Welcome to Classical Mechanics class number CM47, Principle of Equivalence, and that is from Relativity. Principle of Equivalence from Relativity for MSc Physics and also for BSc Physics. Classical Physics, Classical Mechanics class, Principle of Equivalence from Relativity. So we can see initially what is principle of equivalence and the background, special relativity and general relativity, a comparison, special theory of relativity and general theory of relativity. Most students study special theory in BSc class, and now we study the general theory of relativity. The contrast, the comparison between special theory of relativity and general theory of relativity that we discuss now. ഇപ്പോൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും അതുപോലെ തന്നെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും അവ തമ്മിലുള്ള അവയുടെ ഫീച്ചേഴ്സ് ഇവിടെ ഒന്ന് പറയുകയാണ്. സ്പെഷ്യൽ തിയറി ദാറ്റ് വാസ് ഇൻ 1905. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഡീൽസ് വിത്ത് ഫിസിക്സ് ഇൻ ഇനർഷ്യൽ ഫ്രെയിംസ്, നോ ആക്സലേഷൻ, നോ ഗ്രാവിറ്റി. ഗ്രാവിറ്റി ഫ്രീ റീജിയൻ, ആക്സലേഷൻ ഫ്രീ റീജിയൻ, അവിടെയാണ് നമ്മൾ സ്പെഷ്യൽ തിയറി പഠിക്കുന്നത്, സ്പെഷ്യൽ തിയറിയെ ബന്ധിപ്പിക്കുന്നത്. ബട്ട് ഗ്രാവിറ്റി ഈസ് ആക്സലേഷൻ ഇൻ ഡിസ്കൈസ്. അതായത് ഈ ആക്സലേഷനും ഗ്രാവിറ്റിയായിട്ട് ബന്ധമുണ്ട്. നമുക്ക് ആക്സലേഷനെ ഗ്രാവിറ്റിയെ ആക്സലേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അതുകൊണ്ടാണ് പറയുന്നത് ഗ്രാവിറ്റി ഈസ് ആക്സലേഷൻ ഡിസ്കൈസ്. ഒരു വേഷം മാറിയ ആക്സലേഷനാണ് ഈ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഐൻസ്റ്റീൻ റിയലൈസ്ഡ് ടു മൈറ്റ് ബി ഡീപ്ലി കണക്റ്റഡ്. ഇപ്പോൾ ഗ്രാവിറ്റിയും ആക്സലേഷൻ തമ്മിൽ വളരെ അധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഐൻസ്റ്റീൻ മനസ്സിലാക്കുകയുണ്ടായി. The principle of equivalence is the conceptual bridge between special to general relativity. അപ്പോൾ റിലേറ്റിവിറ്റിയുടെ സ്പെഷ്യൽ തിയറിയും അതുപോലെ തന്നെ ജനറൽ തിയറിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ്, ഒരു പാലം പോലെ പ്രവർത്തിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിവലൻസ്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിവലൻസ് ഈസ് എ കൺസെപ്ച്വൽ ബ്രിഡ്ജ്. നമ്മളിങ്ങനെ കൺസെപ്റ്റായിട്ട് കൊടുക്കുന്ന ഒരു കണക്ഷൻ ലിങ്കാണ്. സ്പെഷ്യൽ തിയറിയും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും തമ്മിലുള്ള ഒരു കണക്ഷൻ ലിങ്കാണ്, ബ്രിഡ്ജാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിവലൻസ്. Now we can see the basic idea of principle of equivalence. It states the effect of gravitational field is indistinguishable from the effects of gravity. Effects of acceleration. The effect of gravitational field are indistinguishable from the effects of acceleration. അവിടെ ആക്സലേഷൻ എന്നുള്ള വാക്ക് എടുക്കുക, ആക്സലേഷൻ. The effects of a gravitational field are indistinguishable from the effects of acceleration എന്ന് ചേർക്കുക. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നൊരു ചിത്രം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഒരു സ്പേസ് വെഹിക്കിളിൽ ഗ്രാവിറ്റി ഫ്രീ റീജിയണിൽ സ്പേസ് വെഹിക്കിളിൽ ഒരാൾ മേപ്പോട്ട് പോവുകയാണ്. അതിനൊരു ആക്സലേഷൻ ഉണ്ട്. അപ്പോൾ അയാൾ കയ്യിലിരിക്കുന്ന ഒരു ബോൾ ഡ്രോപ്പ് ചെയ്താൽ അത് കീഴ്പോട്ട് വീഴുന്നത് കാണാം. അവിടെ ഗ്രാവിറ്റി ഇല്ല എങ്കിൽ അയാളുടെ കയ്യിലൊരു ബോൾ ഇരിക്കുകയാണെങ്കിൽ ഈ സ്പേസ് വെഹിക്കിൾ യൂണിഫോം മോഷനിലോ റെസ്റ്റിലോ ആണെങ്കിൽ ആ ബോൾ അയാളുടെ കയ്യിൽ തന്നെ ഇരിക്കും, താഴോട്ട് വീഴത്തില്ല. എന്നാൽ ഇത് ആക്സലേറ്റ് ചെയ്താൽ, റിമെമ്പർ, ആക്സലറേഷൻ വേണം, യൂണിഫോം മോഷൻ പോരാ. ആക്സലേറ്റ് ചെയ്യണം. എപ്പോൾ ആക്സലേറ്റ് ചെയ്താൽ ആ ബോൾ കീഴ്പോട്ട് വീഴുന്നതായിട്ട് കാണാം. അപ്പോൾ ആക്സലേഷൻ മൂലം കയ്യിലിരിക്കുന്ന ബോൾ കീഴ്പോട്ട് വീഴും. ഇതേ ചിത്രം തന്നെയാണ് ഇപ്പുറത്ത് വരച്ചിരിക്കുന്നത്. ഒരു ബോക്സിനകത്ത് അല്ലെങ്കിൽ ഒരു വെഹിക്കിളിനകത്ത് ഒരാൾ ഇരിക്കുകയാണ്. അത് ഗ്രാവിറ്റി ഉള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് ഗ്രാവിറ്റി ഉണ്ട്. ഒരു ബോൾ ഇട്ട് കഴിഞ്ഞാൽ താഴത്തേക്ക് വീഴും. അപ്പോൾ ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലത്ത് ഒരു വെഹിക്കിൾ ആക്സലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ കയ്യിൽ താഴോട്ട് വീഴും. ഗ്രാവിറ്റി ഉള്ള സ്ഥലത്ത് വെഹിക്കിൾ നിശ്ചയമായിട്ട് നിന്നാൽ മതി, ആ ബോൾ ഇട്ട് കഴിഞ്ഞാൽ താഴോട്ട് വീഴുന്നത് കാണാം, ഭൂമിയുടെ അട്രാക്ഷൻ. അപ്പോൾ ഇത് കാണിക്കുന്നത് രണ്ടും ഒരു ഇക്വലൻ്റ് കേസാണ്. രണ്ട് കേസിൽ ബോൾ കീഴ്പോട്ട് വീഴുന്നുണ്ട്. ഒന്നാമത്തെ കേസിൽ അവിടെ ഗ്രാവിറ്റി ഇല്ല, ആക്സലേഷനാണ് വെഹിക്കിളിനുള്ളത്. രണ്ടാമത്തെ കേസിൽ അവിടെ ആക്സലേഷനിലെ ഗ്രാവിറ്റിയാണുള്ളത്. രണ്ട് കേസിൽ ബോൾ കീഴ്പോട്ട് വീഴുകയാണ്. അപ്പോൾ നമുക്ക് ഗ്രാവിറ്റിയെ ആക്സലേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യാം.
അതാണ് ദ എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആർ ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫ്രം ദി എഫക്ട്സ് ഓഫ് ആക്സലറേഷൻ എന്ന് കൊടുക്കണം. അവിടെ ആക്സലറേഷൻ വാക്കി ഇറക്കിയിട്ടുണ്ട്. ദാറ്റ് ഇസ് എക്സ്പ്ലൈൻഡ്. മീനിങ്, if you are inside a closed box with no windows, you cannot tell whether the force you feel is due to gravity or due to acceleration. ഒരു വെഹിക്കിളിനകത്ത് നിങ്ങൾ ഇരിക്കുകയാണ്, ക്ലോസ്ഡ് ഡോറാണ്. അപ്പോൾ അവിടെ നിങ്ങളൊരു ഫോഴ്സ് അനുഭവപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടുകയാണെങ്കിൽ അത് ഗ്രാവിറ്റി മൂലമാണോ അല്ലെങ്കിൽ ആക്സിലേഷൻ മൂലമാണോ എന്ന് പറയാനാവില്ല. രണ്ടും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അർത്ഥം. ഇഫ് യു ആർ ഇൻസൈഡ് എ ക്ലോസ്ഡ് ബോക്സ് with no windows, you cannot tell whether the force you feel is due to gravity or due to acceleration. Two main forms. അപ്പോൾ ഈ കേസിന് ഈ പ്രിൻസിപ്പൾ ഓഫ് ഇക്വലൻസിന് രണ്ട് പ്രധാന ഫോമുകളുണ്ട്. എന്തൊക്കെയാണ്? വീക്ക് ഈക്വലൻസ് പ്രിൻസിപ്പിൾ, അതിനെ WEP എന്ന് പറയും. വീക്ക് ഈക്വലൻസ് പ്രിൻസിപ്പിൾ എന്താണത്? ഓൾ ഒബ്ജക്ട്സ് ഫാൾ at the same rate in a gravitational field regardless of their mass or composition. വസ്തുവിൻ്റെ ഘടന അല്ലെങ്കിൽ അതിൻ്റെ മാസ് അതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാ വസ്തുക്കളും ഒരേ സ്പീഡിൽ, സെയിം റേറ്റ്, ഒരേ തരത്തിൽ, സെയിം സ്പീഡ് എന്നല്ല, ഒരേ തരത്തിൽ, സെയിം റേറ്റിൽ സഞ്ചരിക്കും. അത് നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള ഈ ലീനിങ് ടവറിൽ നിന്നുള്ള ഈ ഗലീലിയോയുടെ ഹിസ്റ്റോറിക് എക്സ്പെരിമെൻ്റ് ഓർത്താൽ മതി. എക്സാമ്പിൾ, ഗലീലിയോസ് എക്സ്പെരിമെൻറ്റ് ഓർക്കുക. ഫ്രം ദി ലീനിങ് ടവർ, ആ ചാഞ്ഞ ഗോപുരത്തിൽ നിന്ന്, ചരിഞ്ഞു നിൽക്കുന്ന പിസാ ഗോപുരത്തിൽ നിന്ന് ഗലീലിയോ രണ്ട് വസ്തുക്കൾ ഇട്ടെന്ന് പറയുന്ന ആ സ്റ്റോറി ഓർക്കുക. ഇൻ വാക്വം എ ഫെദർ ആൻഡ് എ ഹാമർ. നമുക്കറിയാം ഇവിടെ എയറുള്ള സ്ഥലമാണ്, വാക്വമില്ല. അവിടെ നമ്മളൊരു ഫെദറും ഒരു ഹാമറും, ഒരു കല്ലും ഒരു തൂവലും അല്ലെങ്കിൽ ഒരു പഞ്ച് കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ രണ്ടും വ്യത്യസ്തമായ സമയത്താണ് വരുന്നത്. എയർ ഉണ്ടെങ്കിൽ, എയർ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ, ഗ്രാവിറ്റിയിൽ പതുക്കുകയാണെങ്കിൽ രണ്ടും ഒരുമിച്ച് വരുമെന്നാണ് ആ ഗലീലിയോയുടെ പരീക്ഷണം തെളിയിച്ചത്. ഗലീലിയോ എക്സ്പെരിമെൻറ്റ് ഫ്രം ദി ലീനിങ് ടവർ ഇൻ വാക്വം എ ഫെദർ ആൻഡ് എ ഹാമർ ഫാൾ ടുഗദർ. രണ്ടും ഒരുമിച്ച് വീഴും. ഗ്രാവിറ്റി ഉള്ള സ്ഥലത്ത് അവിടെ എയർ റെസിസ്റ്റൻസ് ഇല്ല എങ്കിൽ. അപ്പോളോ 15 ആസ്ട്രോനോട്ട്സ് ആക്ച്വലി ഡെമോൺസ്ട്രേറ്റഡ് ദിസ് ഓൺ ദ മൂൺ. അപ്പോൾ മൂണിൽ ഇത് തെളിയിച്ചിട്ടുണ്ട്. അവിടെ ഗ്രാവിറ്റി വളരെ കുറവാണ്, ഭൂമിയിലുള്ളതിൻ്റെ 1/6 ഉള്ളൂ. അവിടെ ഈ അപ്പോളോ 15 ചാന്ദ്ര ദൗത്യം, മൂൺ മിഷൻ അപ്പോളോ 15, അതിലെ ആസ്ട്രോനോട്ട് ഈ പരീക്ഷണം ചെയ്ത് തെളിയിച്ചതാണ്. മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ അത് ഗ്രാവിറ്റിയും ഈ ആക്സലേഷൻ സെയിം ആണെന്ന് പറയുകയാണെങ്കിൽ അർത്ഥം ഇതാണ്: മാസ് ഗ്രാവിറ്റേഷണൽ ഈസ് ഈക്വൽ ടു മാസ് ഇനർഷ്യൽ. അത് നമ്മൾ ഈ +1 ക്ലാസ്സിൽ പഠിക്കുന്ന ഇനർഷ്യൽ മാസ് ഇസ് ഗ്രാവിറ്റേഷണൽ മാസ്. അവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ക്യാപിറ്റൽ ജിയുടെ വാല്യൂ 6.67 × 10⁻⁻11 എന്ന് ചൂസ് ചെയ്തുകൊണ്ട് MI/mg. We prove in +1 class that inertial mass is equal to gravitational mass, and to prove that we take the gravitational constant G is equal to 6.67 × 10⁻11 Newton meter square per kg square. Choosing like that, we can prove inertial mass is gravitational mass, or mg is equal to mi. Gravitational mass is inertial mass. That's the meaning. അതാണ് ഈ വീക്ക് ഇക്വലൻസ് പ്രിൻസിപ്പിൾ. ഇനി ഒരു ഐൻസ്റ്റീൻസ് ഇക്വലൻസ് പ്രിൻസിപ്പിൾ ഉണ്ട്, EEP, ഐൻസ്റ്റീൻസ് ഇക്വലൻ്റ് പ്രിൻസിപ്പിൾ, EEP. ലോക്കലി ദ ലോസ് ഓഫ് ഫിസിക്സ് ഇൻ എ ഫ്രീലി ഫാളിംഗ് ഫ്രെയിം ആർ ദ സെയിം ആസ് ഇൻ ആൻ ഇനർഷ്യൽ ഫ്രെയിം വിത്തൗട്ട് ഗ്രാവിറ്റി. ലോക്കലി ദ ലോസ് ഓഫ് ഫിസിക്സ് ഇൻ എ ഫ്രീലി ഫാളിംഗ് ഫ്രെയിം ആർ സെയിം. ഒരു ഫ്രീലി ഫാളിംഗ് ഫ്രെയിമിൽ ആ ഫിസിക്സിലെ നിയമങ്ങളെല്ലാം ഒരുപോലെയാണ്. അവിടെ ഗ്രാവിറ്റി ഇല്ല എങ്കിൽ. ഗ്രാവിറ്റി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് എവേ. ഗ്രാവിറ്റി നമുക്ക് മാറ്റാം ലോക്കലി ബൈ ചൂസിങ് ഫ്രീലി ഫാളിംഗ് ഫ്രെയിം, ബട്ട് only locally, because gravity is actually
കർവേച്ചർ ഓഫ് സ്പേസ് ടൈം. അപ്പോൾ സ്പേസിനും ടൈം വെച്ചൊരു മാറുന്നൊരു ടേമാണ് ഈ മാറുന്നൊരു ടേമാണ് ഈ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ. ഒരു സ്ഥലത്ത് ഗ്രാവിറ്റി അല്ല, വേറൊരു സ്ഥലത്ത് ഗ്രാവിറ്റി. അപ്പോൾ ഒരു സ്മോൾ റീജിയൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഗ്രാവിറ്റി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് എവേ ലോക്കലി ബൈ ചൂസിങ് എ ഫ്രീലി ഫാളിങ് ഫ്രെയിം, ബട്ട് ഓൺലി ലോക്കലി. കുറച്ച് ഏരിയയിൽ മാത്രമേ ഗ്രാവിറ്റി സ്ഥിരമാണെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ അകന്നു പോവുകയാണെങ്കിൽ രണ്ട് പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഗ്രാവിറ്റി സെയിം ആയിരിക്കത്തില്ല. ഗ്രാവിറ്റി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് എവേ locally by choosing freely falling frame, but only locally, because gravity is actually curvature of space time. ഇപ്പോൾ ഭൂമിയുടെയൊക്കെ കർവേച്ചർ കൊണ്ട് ഗ്രാവിറ്റി മാറാം. ലിമിറ്റേഷൻസ് ഓഫ് ദി പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിളിൻ്റെ അപര്യാപ്തകൾ എന്തൊക്കെയാണ്, അതിലേക്ക് പോരായ്മകൾ എന്തൊക്കെയാണ്? ദി ഇക്വലൻസ് ഹോൾഡ്സ് ഓൺലി ലോക്കലി our small regions of space and time. Our large regions, tidal effects, difference in gravity between 2 points. അപ്പോൾ ഈ ടൈഡ് ഉണ്ടാകുന്നത് ഗ്രാവിറ്റിയുടെ ഒരു എഫക്റ്റാണല്ലോ. ഓവർ ലാർജർ റീജിയൻസ്, ടൈഡൽ എഫക്ട്സ്, അത് വലിയേറ്റം വലിയിറക്കം, റിവീൽ ദാറ്റ് യു ആർ ഇൻ ദി ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അപ്പോൾ വേലിയിറക്കം കാണിക്കുന്നത് നമ്മൾ നിൽക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണ് എന്നുള്ളതാണ്. എക്സാമ്പിൾ, ഇൻ എ റിയൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, 2 objects falling side by side move slightly towards each other because space-time is curved. This doesn't happen in uniform acceleration. അപ്പോൾ ഈ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ ഈ വസ്തുക്കൾ തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ താഴത്തേക്ക് വീഴുന്ന രണ്ട് വസ്തുക്കൾ ഒരേ അകലത്തിൽ പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. അവ അട്രാക്റ്റ് ചെയ്തിട്ട് അടുത്ത് വരാം. ഒരു കർവേച്ചറുണ്ട് അവിടെ. പിന്നെ ഈ സിസ്റ്റത്തിന് സ്പേസ് ടൈമിന് കർവേച്ചർ ഉള്ളതുകൊണ്ട് ഈ വസ്തുക്കൾ തമ്മിൽ ഫോഴ്സ് ഉണ്ടാക്കുകയും അവയുടെ പാത്ത് സ്ലൈറ്റായിട്ട് ഡിവിയേറ്റ് ചെയ്യാം. എന്നാൽ യൂണിഫോം ആക്സിലറേഷൻ ഇല്ല. ഈ റിയൽ ഇപ്പോൾ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുള്ളതല്ല മറ്റൊരു സ്ഥലത്ത്. ഇപ്പോൾ രണ്ട് വസ്തുക്കൾ നമ്മൾ ഇടുകയാണെങ്കിൽ അപ്പോൾ യൂണിഫോമായിട്ട് വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അവരുടെ പാത്തിന് ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഇൻ എ റിയൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, 2 objects falling side by side might move slightly toward, അടുത്ത് വരും, each other because space time is curved. This doesn't happen in uniform acceleration. യൂണിഫോം ആക്സലേഷൻ ഇത് വരത്തില്ല. അതാണ് ഈ ആക്സലേഷൻ്റെയും ഗ്രാവിറ്റിയുടെയും തമ്മിലുള്ള വ്യത്യാസം. സോ സമ്മിങ് ടേബിൾ, ഇപ്പോൾ ഇവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം. ആദ്യത്തെ കൺസെപ്റ്റ്, അതിൻ്റെ മീനിങ്. കൺസെപ്റ്റ് മീനിങ് എക്സാമ്പിൾ കൊടുക്കുകയാണ്. കൺസെപ്റ്റ് മീനിങ് എക്സാമ്പിളും കൊടുക്കുകയാണ്. വീക്ക് ഇക്വലൻസ് പ്രിൻസിപ്പിൾ, അതിന് മീനിങ് എന്താണ്? ഓൾ ഒബ്ജക്ട്സ് ഫാൾ ഇൻ സെയിം റേറ്റ്. എല്ലാ വസ്തുക്കളും ഒരേ റേറ്റ് വീഴുന്നുള്ളതാണ്. ഫെദർ ആൻഡ് ഹാമർ ഓൺ മൂൺ, അല്ലെങ്കിൽ നമ്മൾ ലീനിങ് ടവർ, ഗ്രാവിറ്റി ഇല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം ഒരുപോലെ വന്ന് വീഴുമെന്നാണ് പറയുന്നത്. ഇനി ഐൻസ്റ്റീൻസ് ഇക്വലൻസ് പ്രിൻസിപ്പിൾ, ലോക്കൽ ഗ്രാവിറ്റീസ് ലോക്കൽ ആക്സലേഷൻ. ലോക്കൽ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രം സ്ഥലം മാറിയാൽ ഗ്രാവിറ്റി മാറും. എലിവേറ്റർ തോട്ട് എക്സ്പെരിമെൻറ്റ്, നമ്മൾ ആ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ, ആ പടത്തിൽ ആ എലിവേറ്റർ തോട്ട് എക്സ്പെരിമെൻറ്റ്, 2 ബോൾ നമ്മൾ ഒരുമിച്ചിടുകയാണെങ്കിൽ അവർ രണ്ട് കീഴ്പോട്ട് വരുമ്പോൾ സ്ലൈറ്റായിട്ട് യൂണിഫോം ആക്സലിൽ വരത്തില്ല, ഗ്രാവിറ്റി റീജിയനിൽ അത് അടുത്ത് വരാം. അപ്പോൾ ഗ്രാവിറ്റിയിൽ പരീക്ഷണം നടത്തുകയാണെങ്കിൽ ആ ബോൾ കീഴ്പോട്ട് വീഴുന്ന അല്പം അടുത്ത് വരാം, 2 ഉണ്ടെങ്കിൽ. ലൊക്കാലിറ്റി, ഓൺലി ട്രൂ ഇൻ സ്മോൾ റീജിയൻസ്. Only true in small regions. Tidal effects break equivalence. അപ്പോൾ ടൈഡൽ എഫക്റ്റ് ഈ ഉള്ളതുകൊണ്ട് ഈ ഗ്രാവിറ്റിയും ആക്സിലറേഷനും തമ്മിൽ എക്സാക്റ്റായിട്ട് നമുക്ക് ഈക്വലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് ഇതാണ്, ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വലൻസ് ടെൽ us that locally
ആക്സലേഷൻ ആൻഡ് ഗ്രാവിറ്റി ആർ ദ സെയിം തിങ്. ഗ്രാവിറ്റി ആക്സലേഷൻ സെയിം ആയിട്ട് വിചാരിക്കാം, ബട്ട് ആൻഡ് ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഗ്രാവിറ്റി നോട്ട് ആസ് ഫോഴ്സ് ബട്ട് ആസ് കർവേച്ചർ ഓഫ് സ്പേസ് ടൈം ഇൻ ജനറൽ റിലേറ്റിവിറ്റി. അപ്പോൾ ജനറൽ റിലേറ്റിവിറ്റി ഗ്രാവിറ്റിയെ നമ്മൾ ഒരു ഫോഴ്സായിട്ടല്ല, മറിച്ച് ഈ സ്പേസ് ടൈം വെച്ചിട്ട് ഈ ഗ്രാവിറ്റി മാറുന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗ്രാവിറ്റിക്ക് വ്യത്യാസം ഉണ്ടാകാം, പിന്നെ സ്പേസ് ടൈമിൻ്റെ മാറ്റം മൂലം. അതിനെ നമ്മൾ സ്പേസ് ടൈം കർവേച്ചർ എന്ന് പറയും. The principle of equivalence tell us that locally acceleration and gravity are the same thing, and that is the foundation for understanding gravity not as a force but as a curvature of space-time in gravitational relativity. So these are the questions. These are the questions you see. State the principle of equivalence in relativity. Next question, what are WEP? കേട്ടോ, WEP എന്ന് ചേർക്കണം കേട്ടോ. അതായത് വീക്ക് ഇക്വലൻസ് പ്രിൻസിപ്പിൾ, WEP ആൻഡ് ഐൻസ്റ്റീൻസ് ഇക്വലൻസ് പ്രിൻസിപ്പിൾ പ്രത്യേകം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മതി. അവിടെ WEP എന്ന് കാണാം. വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വലൻസ്? ആ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വലൻസിൻ്റെ ലിമിറ്റേഷൻ എന്താണ്? നമുക്ക് ഗ്രാവിറ്റിയും യൂണിഫോം ആക്സലേഷനും തുല്യമാണെന്ന് പറയാമെങ്കിലും ചില കേസിൽ ഈ ഡിസ്റ്റൻസ് അല്പം മാറിക്കഴിഞ്ഞാൽ സ്പേസ് ടൈം കർവേച്ചർ ഉണ്ടെങ്കിൽ യൂണിഫോം ആക്സലേഷൻ്റെ എഫക്റ്റ് ഗ്രാവിറ്റി എഫക്റ്റിന് തുല്യമാകില്ല. വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിവാലൻസ്? That is all with your 47th class. We continue. Thank you very much.